ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ്. സോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്സിലെ മെൻസുറേഷൻ എന്ന ചാപ്റ്റർ ആണ്. സോ NSMCയിലെ പ്രിപ്പറേഷൻ ഒക്കെ മുന്നോട്ട് പോകുന്നു വിചാരിക്കുകയാണ്. ഞാൻ ഇനിയും വീണ്ടും ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലോട്ട് പോകാം. സോ മെൻസുറേഷൻ ആണ്. മെൻസുറേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുള്ള ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് ആഡ് ചെയ്യാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമിലർലി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. റെക്ടാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സ്ക്വയർ ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് സ്ക്വയർ. റെഡി ആണല്ലോ. സോ ഇങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. പെരിമീറ്റർ സൈഡ് ആണ്, നമ്മുടെ റെക്ടാങ്കിൾ ആണെങ്കിൽ L പ്ലസ് ബി എന്ന് വരും, അഥവാ 2 × L+B എന്നായിരിക്കും റെക്ടാങ്കിളിന്റെ കേസിൽ പെരിമീറ്റർ വരുന്നത്. ആൻഡ് സ്ക്വയറിന്റെ കേസിൽ വരാൻ പോകുന്നത് സൈഡ് പ്ലസ് സൈഡ് ബിക്കോസ് ദ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 4 × സൈഡ് ആണ് സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ NSMC ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെഡി? സോ അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാം. A rectangle measuring 12 cm × 84 cm is divided into 7 parts such that each part is a square. Find the area of 3 of these parts. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് ക്വസ്റ്റ്യൻ അത് പറയുന്നതെന്ന് മനസ്സിലാക്കുക. റെഡി? മീൻ ടൈം ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് കാണിക്കാം. ഓക്കെ, ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിന്റെ ലെങ്ത്തും വെടുത്തും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, അവർ ആ റെക്റ്റാങ്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 7 പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. ആൻഡ് ആ പാർട്സ് എന്തുവാ, സ്ക്വയർ ആയിട്ടുള്ള പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 3 പാർട്സിന്റെ ഏരിയ എന്തായിരിക്കും, അഥവാ 3 സ്ക്വയേഴ്സിന്റെ ഏരിയ എന്തായിരിക്കും? വലിയ റെക്റ്റാങ്കിളിനായിരുന്നു, കട്ട് ചെയ്ത 7 സ്ക്വയേഴ്സ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ 3 സ്ക്വയേഴ്സിന്റെ ഏരിയ എന്തായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഇവിടെ 84 വന്നിട്ടുണ്ട് ആൻഡ് 12 വന്നിട്ടുണ്ട്. ലെങ്ത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. സോ ഞാൻ ചോദിക്കുന്നതാ, ഇതിന്റെ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയാം. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ബ്രെഡ്ത്ത് പറഞ്ഞാലും സെയിം തന്നെ. ഓക്കെ, സോ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് 84 × 12. റെഡി? 84 × 12 നമുക്കറിയാം. സോ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു ആദ്യം. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ 84 × 12 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ $1008 കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. റെഡി? സോ 1008 ആണ് എന്താ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. സോ ഞാൻ ചോദിക്കാൻ വരുന്നതാ, നിങ്ങൾ ഈ വലിയ റെക്റ്റാങ്കിളിനെ കട്ട് ചെയ്യാൻ പോവാണ് 7 പീസായിട്ട്. 1 2 3 അങ്ങനെ 7 സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ 7 സ്ക്വയർ പീസിന്റെ ഏരിയയും നിങ്ങളുടെ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കുമോ? ഇവിടുന്ന് 1 പീസ് എടുത്തു, 1 പീസ് എടുത്തു, 1 പീസ് എടുത്തു, 1 പീസ് എടുത്തു, അങ്ങനെ 7 പീസ് എടുത്തു. ഈ വലിയ റെക്റ്റാങ്കിളിനെ 7 പീസായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഈ 7 പീസിന്റെ ഏരിയ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതും നിങ്ങളുടെ റെക്റ്റാങ്കിളിന്റെ ഏരിയയും കൂടെ ഈക്വൽ ആണോ അല്ലയോ? ഇതാണ് ക്വസ്റ്റ്യൻ. ആണല്ലോ. സംശയമുണ്ടോ? ഇല്ല. ഈ വലിയ റെക്റ്റാങ്കിളിനല്ലേ ബാക്കിയുള്ള പീസസ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ പീസിന്റെ എല്ലാം കൂടെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ റെക്റ്റാങ്കിളിന്റെ പീസ് തന്നെ കിട്ടണ്ടേ? ലെറ്റ്സ് സേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറി മിൽക്ക് എടുക്കാം. ഡയറി മിൽക്കിനകത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസായിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. നിങ്ങൾ ഡയറി മിൽക്ക് കഴിച്ച ആൾക്കാരാണല്ലോ. സോ അതിനകത്ത് ഇങ്ങനെ കുറേ പീസ് ഉണ്ടാവുമല്ലോ. 1 പീസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം കൂടെ 1 പീസ് വെച്ച് കൊടുത്തു. 1 സ്ക്വയർ പീസ് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തു. അപ്പോൾ നിങ്ങൾ 10 ഫ്രണ്ട്സ് ഉണ്ട് വിചാരിക്കും. അപ്പോൾ 10 സ്ക്വയർ പീസ് ഉണ്ടല്ലോ. ഈ 10 സ്ക്വയർ പീസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 1 ഡയറി മിൽക്ക്. റെഡി ആണല്ലോ. അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ റെക്റ്റാങ്കിളിനെ കട്ട് ചെയ്തു, 7 സ്ക്വയർ പീസ് ആക്കി കഴിഞ്ഞു. സോ 7 സ്ക്വയർ പീസിന്റെ ഏരിയയും നിങ്ങളുടെ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആണ്. പറഞ്ഞു വന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനകത്ത് 3 സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം ടോട്ടൽ ഏരിയ 1008 ആണെന്ന് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഓരോ സ്ക്വയർ പീസിന്റെ ഏരിയ എന്തായിരിക്കും? ഒബിയസ്ലി 7 സ്ക്വയർ പീസ് ഉണ്ടാ. 7 സ്ക്വയർ പീസിന്റെ ഏരിയ എന്തായിരിക്കും? അപ്പോൾ 7 സ്ക്വയർ പീസ് ഏരിയ ഈസ് ഈക്വൽ ടു 1008. എങ്ങനെയാ? ജസ്റ്റ് ലൈക്ക് ഡയറി മിൽക്ക് പറഞ്ഞ പോലെ തന്നെ 7 സ്ക്വയർ പീസിന്റെ ഏരിയ 1008 ആണ്. അങ്ങനെയാണെങ്കിൽ 1 സ്ക്വയർ പീസിന്റെ ഏരിയ എത്ര ആയിരിക്കും? 7 1008 ആണ്.
സോ ഒരെണ്ണത്തിന് എത്ര ആയിരിക്കും? 1008 ഡിവൈഡ് ബൈ 7. റെഡി? സോ 7 പീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 1008, 1 2 3 4 എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, അന്നേരം 1008. അപ്പോൾ 1 പീസിന്റെ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടലിനെ അഥവാ 1008നെ 7 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ഒരു പീസിന്റെ ഏരിയ കിട്ടും. റെഡി? സോ നിങ്ങൾ 1008 ഡിവൈഡ് ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്യണം അല്ലേ? 1008 ഡിവൈഡ് ബൈ 7 ഇറ്റ് വിൽ ബി ആക്ച്വലി എത്ര ആയിരിക്കും? 700 പ്ലസ് 308 അല്ലേ? 700 പ്ലസ് 308. ലെറ്റ് സി നോക്കാം നമുക്ക്. സോ 3 ഇങ്ങോട്ട് 0 വന്നു. അപ്പോൾ അന്നേരം ഇവിടെ 428 then 28. ഓക്കെ, 144. റെഡി? സോ 1008 ഡിവൈഡ് ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 144. കഴിഞ്ഞില്ല. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് 3 സ്ക്വയറിന്റെ ഏരിയ എത്ര ആയിരുന്നു? 1 സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 144. അങ്ങനെയാണെങ്കിൽ 3 സ്ക്വയറിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 144. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. 3 ഇൻറ്റു 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 പ്ലസ് 120 പ്ലസ് 12 ആണ്. 300 പ്ലസ് 120 പ്ലസ് 12 ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 432. റെഡി? സോ ആൻസർ വിൽ ബി ഈക്വൽ ടു 432 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? എന്താണ് ക്വസ്റ്റിനകത്ത് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ആദ്യം റെക്ടാങ്കിൾ പീസ് ഉണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ 7 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്തു. ഏരിയ എന്താ? സ്ക്വയർ ഷേപ്പാണ്. അങ്ങനെയാണെങ്കിൽ 7 സ്ക്വയർ പീസിന്റെ ഏരിയ എന്തായിരിക്കും? റെക്ടാങ്കിളിന്റെ ഏരിയയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ 1 സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കൂ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഫൗണ്ട് 3 സ്ക്വയർസ് ഏരിയ. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോയി നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഗിവൺ ഫിഗർ. ഗിവൺ ഫിഗറിന്റെ പെരിമീറ്റർ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മേ ബി ഇതിനകത്ത് മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു റെക്ടാങ്കിളിലെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്തുള്ള റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെരിമീറ്റർ എന്താ? ഈ സൈഡ് ആഡ് ചെയ്യുന്നു, ഇത് ആഡ് ചെയ്യുന്നു, ഇത് ആഡ് ചെയ്യുന്നു, ഇത് ആഡ് ചെയ്യുന്നു. ടോട്ടൽ നമ്മൾ സൈഡെല്ലാം ആഡ് ചെയ്യുന്നു, അന്നേരം നമുക്ക് കിട്ടുന്നു പെരിമീറ്റർ. റെഡി? ഇനി ഈ ക്വസ്റ്റ്യനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ സൈഡ്സ് എടുക്കണം ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡ് എടുക്കണോ? യെസ്, ഒബിയസ്ലി ഈ ടോട്ടൽ ഷേപ്പിൻ്റെ ഒരു സൈഡാണല്ലോ എടുത്തു. ഇത് എടുക്കണം. ഞാൻ ചോദിക്കുന്നത് ഇത് ഈ ടോട്ടൽ ഈ താഴെയുള്ള മുഴുവൻ എടുക്കാൻ പറ്റുമോ പറ്റില്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെടുക്കാം, റെഡിയാണ്. ഇതെടുക്കാം, ഇതും ആക്കിയാണ്. ഇതും എടുക്കാം. ഈ ടോട്ടൽ താഴെയുള്ളത് എടുക്കാൻ വേണ്ടി പറ്റും. ആണോ? പെരിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഏതൊരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തിട്ടുള്ള ഷേപ്പാണ്. വിച്ച് മീൻസ് നിങ്ങൾ ഈ ഫോൺ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇതെടുക്കാം, 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 ഇതെടുക്കാം. പക്ഷെ ഇതിനകത്ത് ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതെടുക്കാൻ പറ്റുമോ ഇല്ലയോ? അകത്ത് ഞാൻ ഒരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ പുറത്തുള്ള ബോർഡേഴ്സ് എല്ലാം എടുക്കാം, കുഴപ്പമില്ല, പെരിമീറ്റർ ആണ്. അകത്തൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് പെരിമീറ്റർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് അകത്താണ്, നമുക്ക് പുറത്തുള്ള എല്ലാം മതി. സോ നിങ്ങൾ ഈ ഹോൾ ഷേപ്പ് എടുക്കുന്ന സമയത്ത് ഈ സൈഡ് മാത്രം ഇതെന്താണ്? അത് അകത്തിരിക്കുന്നതാണ്. സോ അത് കൂട്ടാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഇതെടുക്കണം, 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 ഇത് വേണം, 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 ഇത് വേണം. ഈ സൈഡ്സ് എല്ലാം ആഡ് ചെയ്യുന്നു. വിച്ച് മീൻസ് ഈ ഒരു കുഞ്ഞ പോർഷൻ നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. റെഡി? മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യണം? 1 by 1 ആയിട്ട് ഓരോ സൈഡ്സ് കണ്ടുപിടിക്കണം. സോ നിങ്ങൾക്ക് കാണാം, ഇതൊരു സ്ക്വയർ പീസ് ആണല്ലോ. ഇത് ടോട്ടൽ ഹോൾ സ്ക്വയർ പീസ് ആണ്. സോ സ്ക്വയർ പീസിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ പറഞ്ഞു എന്താണ് ഏരിയ ഓഫ് സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഇവർ തന്നിട്ടുണ്ട് ഏരിയ 1156 സ്ക്വയർ മീറ്റർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഏതോ രണ്ട് സെയിം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ആൻസർ 1156 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതോ രണ്ട് സെയിം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ആൻസർ 1156 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്വയർസ് കണ്ടുപിടിക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? 34. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 34 ചെക്ക് ചെയ്ത് നോക്കാം. സോ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 1156. റെഡി? സോ ഇതിൻ്റെ ട്രിക്കൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാം, ഇപ്പോൾ
ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സാണ് നിങ്ങൾ പഠിക്കണം. വിച്ച് മീൻസ് 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. റെഡി? സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, വിച്ച് മീൻസ് 2 × 2 ആണ് 2ന്റെ സ്ക്വയർ. ദെൻ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 ആണ്, അഥവാ 9. റെഡി? സോ ഇങ്ങനെ 1 മുതൽ 10 വരെ എല്ലാ നമ്പേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് പഠിക്കുക. ആൻഡ് നിങ്ങൾ 10 വരെ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ 20 വിൽ ബി ഈക്വൽ ടു, നിങ്ങൾക്ക് അറിയാം 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 × 20 ആണ്. ഇത് കിട്ടാൻ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ 2 × 2 എന്ന് ചെയ്യുന്നു, അഥവാ 2 × 2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 4 ആയിരിക്കും. ദെൻ റിമൈനിങ് ആയിട്ട് 2 സീറോസ് ഉണ്ടല്ലോ, അത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 400. അപ്പോൾ 20യുടെ സ്ക്വയർ എന്താണ്? 400 ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ 30യുടെ സ്ക്വയർ എന്തായിരിക്കും? ഒബിയസ്ലി 30 × 30 എന്ന് ചെയ്യുക. അപ്പോൾ 3 × 3 നിങ്ങൾക്ക് അറിയാം 9 ആണ്. ദെൻ റിമൈനിങ് ആയി 2 സീറോസ് ഉണ്ട്, അത് കൊടുക്കുന്നു. അപ്പോൾ 30യുടെ സ്ക്വയർ 900 ആണ്. എന്നാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആളെന്താ? 1156. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 40ന്റെ സ്ക്വയർ ചെക്ക് ചെയ്ത് നോക്കുന്നു. 40യുടെ സ്ക്വയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 40 × 40. സോ 40 × 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി 1600. അതെങ്ങനെ വരുന്നത്? 4 × 4 നിങ്ങൾക്ക് അറിയാം 16 ആണ്. റിമൈനിങ് ആ 2 സീറോസ് ഉണ്ട്, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് 1600 എന്ന് വരും. റെഡി? സോ 40 × 40 1600. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1600 കിട്ടി. പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടിയിരുന്നത് 1156 ആണ്. വിച്ച് മീൻസ് 900ൻ്റെയും 1600ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഈ നമ്പർ വന്നിട്ടുള്ളത്. റെഡി? സോ അങ്ങനെയാണെങ്കിൽ 30ൻ്റെയും 40ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? നിങ്ങളുടെ ഇതിൻ്റെ സൈഡ് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഗസ് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് 34 കിട്ടുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അന്നേരം ഇതെങ്ങനെയാണ് വരുന്നത് മനസ്സിലാവും. റെഡി? സോ നമ്മൾ കണ്ടുപിടിച്ചു 34 ആണെന്ന്. സൈഡ് 34 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതി വെക്കാം, സൈഡ് ഈസ് ഈക്വൽ ടു 34 മീറ്റർ. റെഡി? അപ്പം അന്നേരം ഇത് 34, ഇത് 34, ഇത് 34. ആൻഡ് താഴെ ഇനി 2 സ്ക്വയർസ് കൂടെ ഉണ്ട്. സ്ക്വയറിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 17 ആണ്, ഇത് 17, ഇത് 17. സോ അന്നേരം ഇത് 17. റെഡി? അപ്പോൾ ഈ സ്ക്വയറിൻ്റെ കാര്യം കഴിഞ്ഞു. ആ സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും നമ്മൾ കണ്ടുപിടിച്ചു. 17, 17, 17, 17. ആൻഡ് ഈ സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം നോക്കുന്ന സമയത്ത് ഇത് 17, ഈ സൈഡിൽ 17. കാരണം എന്താ? 289 ആണ്. രണ്ടും ഒരുപോലത്തെ സ്ക്വയർസ് ആണ്. ഇത് 17, ഇത് 17. ആൻഡ് ഈ മുകളിലെ ഭാഗം കൂടെ 17. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത്, പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ പോർഷൻ എടുക്കാൻ പാടില്ല. കാരണം ഇത് ചിത്രത്തിൻ്റെ അകത്ത് വരുന്നതാണ്. ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ എത്ര നമുക്കറിയാം? 34 ആണ്. വലിയ സ്ക്വയറിൻ്റെ സൈഡാണ്, താഴെയുള്ള സൈഡ് ടോട്ടൽ 34 ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് 17 പോയി കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ഈ പോർഷൻ എത്ര ആയിരിക്കും? ഒബിയസ്ലി അത് 17. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയൊക്കെയുണ്ട്? ഇവിടെ ഒരു 34 എത്ര ഉണ്ട് നമുക്ക് നോക്കാം. 1, 2, 3 ടൈംസ് 34 ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി വെക്കുന്നു. 3 × 34. റെഡി? ഇനി റിമൈനിങ് ആയിട്ട് 17 എത്ര ടൈംസ് ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. 8 ടൈംസ് 17 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 8 × 17 എന്ന് എഴുതിയേക്കാം. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 × 34 പ്ലസ് 8 × 17. സോ 3 × 34 എത്രയാ? 3 × 34 ഈസ് ആക്ച്വലി ഈക്വൽ ടു 90. 3 × 4 12. 90 + 12 ഈസ് ഈക്വൽ ടു 102. പ്ലസ് 8 × 17 ആണ്. 8 × 17 എന്ന് പറഞ്ഞാൽ 80 + 56 ആണ്. സോ 80 + 56. അപ്പോൾ ഇതിനകത്ത് 80, 50 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 136 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇവിടെ 102. സോ ഇത് വിൽ ബി ഈക്വൽ ടു 238. 238 മീറ്റർ എന്നായിരിക്കും നിങ്ങളുടെ ആൻസർ വരാൻ വേണ്ടി പോകുന്നത്. സോ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. മുന്നോട്ട് പോകാം. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മേ ബി കുറച്ച് കൺഫ്യൂസ്ഡ് ആയി കാണാം. എങ്ങനെയാണ് ഈ 34 കണ്ടുപിടിച്ചത്? ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഏരിയ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 1156. സോ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1156 ആണ്. ഏതോ 2 സെയിം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 1156 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സെയിം നമ്പർ എന്താ? അത് നമ്മൾ ഗസ് വർക്കിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. 34 എന്ന് കണ്ടുപിടിച്ചു. ട്രയൽ ആൻഡ് എറർ വഴി. ഓക്കെ, സോ 13ൻ്റെയും 14ൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവണം. എങ്കിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കിട്ടുള്ളൂ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രിക്കായിട്ടൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്കൗട്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണ് സ്ക്വയർ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ക്ലാസ് 7ൻ്റെ
യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ക്ലാസ് 8ന്റെ യൂട്യൂബ് ചാനൽ കണ്ടുപിടിച്ചാൽ നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അതല്ലെങ്കിൽ ഒളിമ്പിയാഡ് ചാനലിനകത്ത് വീഡിയോ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ എന്തെങ്കിലും ചെക്കൗട്ട് ചെയ്ത് വെക്കാം. റെഡി. അതുപോലെ ബാക്കിയുള്ള സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർസ് 218 ആണ് ഏരിയ വരുന്നത്. അപ്പോൾ ആ 2 സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ സൈഡ് ഇതുപോലെ കണ്ടുപിടിക്കുന്നു. അന്നേരം നമ്മൾ എല്ലാ സൈഡ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നിട്ട് അകത്തുള്ള ആ പോർഷൻ നമ്മൾ ഒഴിവാക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യുന്നു. അതാണ് പെരിമീറ്റർ. കണ്ടുപിടിച്ചു 238 മീറ്റർ. റെഡി. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. എ റെക്ടാങ്കുലർ ടാങ്ക് ഈസ് 3 മീറ്റർ ലോങ്, 2 മീറ്റേഴ്സ് വൈഡ് ആൻഡ് 1.5 മീറ്റേഴ്സ് ഹൈ. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഇൻ ലിറ്റർ? അപ്പോൾ കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വോളിയം. അപ്പോൾ ഏരിയ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത് ഏരിയ. അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 3D ഷേപ്പിനകത്ത് എന്തായിരിക്കും? ഒരു ഹൈറ്റ് കൂടെ വരും. സോ അതിനകത്ത് ഹൈറ്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. റെഡി. സോ ഇങ്ങനെ പഠിക്കാം. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ആണ് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റിനകത്ത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഇനി വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത്ത് എന്നെ എൽ എന്ന് മാത്രം പറയുന്നുള്ളൂ. ഇനി ബ്രെഡ്ത്തിന് ഞാൻ ബി എന്ന് പറയുന്നുണ്ട്, ആൻഡ് ഹൈറ്റിന് ഞാൻ എച്ച് എന്ന് പറയുന്നുണ്ട്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വോളിയം കിട്ടും. സോ അവിടുത്തെ ലെങ്ത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ലോങ് എന്ന് പറഞ്ഞാൽ അതാണ് ലെങ്ത്. 3 മീറ്റർ ലോങ് എന്ന് പറഞ്ഞാൽ ലെങ്ത് 3 ആണ്. ഇനി 2 മീറ്റേഴ്സ് വൈഡ് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ വിഡ്ത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? 2 ആണ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇനി 1.5 മീറ്റർ ഹൈ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 1.5 ആണ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു, അന്നേരം നിങ്ങൾക്ക് ആൻസർ കിട്ടും. വിച്ച് മീൻസ് വോളിയം അഥവാ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വോളിയം എന്ന് പറയാം, വോളിയം ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു അഥവാ ലെങ്ത്ത് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആണ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആണ് എന്തും പറയാം, ഈക്വൽ ഇൻറ്റു ആൻഡ് ഹൈറ്റ് 1.5 ആണ്. 1.5ന് ഞാൻ 3/2 എന്ന് എഴുതുന്നുണ്ട്. റെഡി. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ് ആണല്ലോ. 3ന്റെ ഹാഫ് ആണ് എന്ത്? 1.2. അതെന്തിനാ അങ്ങനെ എഴുതിയത്? ഒന്നുമില്ല, എനിക്ക് ഈ 2 നമ്പേഴ്സിനെ കട്ട് ചെയ്ത് കളയാം. സോ കട്ടിങ് നിങ്ങൾക്ക് പഠിക്കുക. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ട് മാത്രം. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പിനകത്ത് കൂടെ കാണിച്ചു തരാം എന്താ ചെയ്തതെന്ന്. സോ 3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. ആണല്ലോ. ഞാൻ ഈ 2നെ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. സോ നിങ്ങൾക്കറിയാം ഏത് 2 സെയിം നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും വരുന്നത്. വിച്ച് മീൻസ് 3 ഇൻറ്റു 1 ഇൻറ്റു 3 അഥവാ 3 ഇൻറ്റു 3 ആൻസർ വിൽ ബി ഈക്വൽ ടു 9. റെഡി. സോ നിങ്ങൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷനകത്ത് 9 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? ഓപ്ഷനകത്ത് എല്ലാം ലിറ്ററിനകത്താണ് തന്നിട്ടുള്ളത്. ലിറ്റർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വോളിയത്തിന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് തന്നിട്ടുള്ള യൂണിറ്റ് നിങ്ങൾ തെറ്റാണ്ട് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്തുള്ള യൂണിറ്റ് എല്ലാം മീറ്ററിലാണ്. മീറ്റർ. ഇവിടെ മീറ്റർ ഉണ്ട്, ഇവിടെ ഇവിടെ മീറ്റർ ഉണ്ട്. വിച്ച് മീൻസ് നിങ്ങളുടെ ആൻസർ ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചതാ 9 മീറ്റർ ക്യൂബ് ആണ്. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ ഇൻറ്റു മീറ്റർ അഥവാ മീറ്റർ ക്യൂബ്. റെഡി. നേരത്തെ ഞാൻ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞായിരുന്നു. എന്താണ്? 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ മണ്ടക്ക് ഒരു 2 ഉണ്ടാവും. റെഡി. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ന്റെ സ്ക്വയർ. 3 ഇൻറ്റു 3 പറഞ്ഞു കഴിഞ്ഞാൽ 3ന്റെ മണ്ടക്ക് ഒരു 2 ഇരിക്കുന്നുണ്ടാവും. അതാണ് 3ന്റെ സ്ക്വയർ. ഇനി ശ്രദ്ധിക്കണേ. 2 ഇൻറ്റു 2. ഇപ്പോഴോ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ ക്യൂബ്. 2ന്റെ മണ്ടക്ക് ഒരു 3 ഇരിക്കുന്നുണ്ടാവും. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് 2 എന്ന് കാണിക്കുന്നത്. ഇനി 3 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മണ്ടക്ക് ഒരു 3 വരും, അതാണ് ക്യൂബ് എന്ന് പറയും. 2ന്റെ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഇതോ 3 ഇൻറ്റു 3 ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറയും 3ന്റെ ക്യൂബ്. റെഡി. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ എം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എമ്മിൻ്റെ ക്യൂബ് അഥവാ എം ക്യൂബ്. മീറ്റർ ക്യൂബ് എന്ന് പറയും. എം എന്താ? മീറ്റർ. അടുത്ത എം മീറ്റർ. അങ്ങനെയാണെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ കണ്ടുപിടിച്ചു ലെങ്ത് മീറ്ററിലായിരുന്നു, നിങ്ങളുടെ വിഡ്ത്ത് മീറ്ററിലായിരുന്നു, നിങ്ങളുടെ ഹൈറ്റ് മീറ്ററിലായിരുന്നു. സോ 3 മീറ്റർ ഇൻറ്റു 2 മീറ്റർ ഇൻറ്റു 1.5 മീറ്റർ നിങ്ങൾ കണ്ടുപിടിച്ചു 9 മീറ്റർ ക്യൂബ്. റെഡി. സോ 9 മീറ്റർ ക്യൂബ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഓപ്ഷൻസ് എല്ലാം ലിറ്ററിലാണ്. വിച്ച് മീൻസ് നിങ്ങൾ മീറ്റർ ക്യൂബിനെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. വോളിയത്തിൻ്റെ ഒരു യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ്, അതുപോലെ വേറെ യൂണിറ്റ് ആണ് എന്ത്? ലിറ്റർ. സോ മീറ്റർ ക്യൂബിനെ നിങ്ങൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുള്ളത് പഠിച്ചു വെച്ചോ. 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക, അല്ലാണ്ട് നിങ്ങൾക്ക് മെൻസുറേഷനിലെ വോളിയം പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ആണ്. സോ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ലിറ്റർ ആണല്ലോ. അപ്പോൾ 9 മീറ്റർ ക്യൂബ് എന്താ? ഒബിയസ്ലി 9000 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി.
ഓപ്ഷൻ ഡി ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. റെഡി ആണല്ലോ? അങ്ങനെ എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. എ ടാങ്ക് 4 meters long and 3.5 meters wide is to contain 28,000 liters. How high must the tank be? അപ്പോൾ ടാങ്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ആൻഡ് ടാങ്കിന്റെ കപ്പാസിറ്റി അതല്ലെങ്കിൽ വോളിയം തന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നത് ഹൈറ്റ് എന്തായിരിക്കണം എന്നാണ്. അപ്പം നമുക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബാക്കി എന്താ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് വോളിയം ആണല്ലോ. സംശയം ഉണ്ടോ? ഇല്ല. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് 28,000 ആണ് വോളിയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അതുപോലെ എഴുതി വെക്കുന്നു. 28,000 ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. റെഡി? മനസ്സിലായോ? മനസ്സിലായി. ഇനി ലെങ്ത് എത്രയാ? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ലെങ്ത് എത്രയാന്ന്, 4 meters ലോങ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു 4 meter ഇൻറ്റു. ഇനി വെടുത്ത് എത്രയാ? 3.5 meters വൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെടുത്തും അറിയാം 3.5 meter ഇൻറ്റു ഹൈറ്റ് നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കുന്നത്. റെഡി? ഇനി ഇതിനകത്തുനിന്ന് ഹൈറ്റ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് 28,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ടുള്ള ഹൈറ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. നിങ്ങൾക്ക് വേണ്ടത് ഹൈറ്റ് ആയിരുന്നു ആണല്ലോ. ഹൈറ്റ് കാണുന്നില്ല. ഓക്കെ ഓക്കെ. സോ ഇവിടെ ഇരിക്കുന്ന ഈ ഹൈറ്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഹൈറ്റ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4നെയും 3.നെയും ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഈക്വൽ ടു സിമ്പിൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഹൈറ്റ് എന്താവും, ഒറ്റയ്ക്ക് ഇരിക്കും. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് വെറുതെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് കണ്ടീഷൻ ഉണ്ട്. നിങ്ങളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. 4 ഇൻറ്റു 4m ഇൻറ്റു 3.5 m ആണ്. m പറഞ്ഞ മീറ്റർ ആണ്, കൺഫ്യൂഷൻ ആവണ്ട. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവും, ഡിവിഷൻ ആകും. നിങ്ങൾ പഠിക്കും. ഓക്കെ. സോ ഇതിപ്പോൾ തന്നെ അറിഞ്ഞിരിക്കുക. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് അറിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 4ഉം 3ഉം കൂടെ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനായി മാറും ആണ്. സോ 28,000 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 3.5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയിട്ട് കിട്ടും. സോ 4 ഇൻറ്റു 3.5നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, 28,000 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 3.5നെ 7 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതുന്നുണ്ട്. അതെന്തിനാ? 7ന്റെ പകുതിയാണെന്താ 3.5. സോ 3.5നെ ഞാൻ മാറ്റിയിട്ട് 7/2 എന്ന് എഴുതി. അതെന്തിനാ ആവശ്യമുണ്ട്, കാണിച്ചു തരാം. സോ അടുത്ത സ്റ്റെപ്പിനകത്ത് പോവുകയാണെങ്കിൽ 28,000 4/2 ഇൻറ്റു 7 എന്ന് എഴുതാം. ഞാൻ എന്ത് ചെയ്ത് ഈ 2നെ ഈ 7/2നെ 4ന്റെ അടിയിലോട്ട് കൊണ്ടുവന്നു. വിച്ച് മീൻസ് ഈ 4ന്റെ അടിയിലോട്ട് ഞാൻ കൊണ്ടുവന്നു 7/2നെ. സോ അന്നേരം 4 ഡിവൈഡ് ബൈ 2 ആയി. നിങ്ങൾക്ക് അറിയാം 4 ഡിവൈഡ് ബൈ 2 ഈസ് ആക്ച്വലി ഈക്വൽ ടു 2 ആണ് നിങ്ങൾക്ക് അറിയാം. പിന്നാണെങ്കിൽ 28,000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7 എന്ന് വരും. അതല്ലേ 28,000 ഡിവൈഡ് ബൈ 14 എന്നും വേണമെങ്കിൽ പറയാം. റെഡി? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് 28,000 ലിറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മീറ്ററിനകത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലിറ്ററിനെ മാറ്റിയിട്ട് മീറ്റർ ക്യൂബിലോട്ട് നിങ്ങളുടെ ആൻസറിനെ കൺവേർട്ട് ചെയ്യണം. സോ അന്നേരം നിങ്ങൾക്ക് ഇവിടെ 28,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 മീറ്റർ ക്യൂബാണ്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നു 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 28,000 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 മീറ്റർ ക്യൂബ് ആയിരിക്കും. ഡിവൈഡഡ് ബൈ 14 മീറ്റർ സ്ക്വയർ. അതെങ്ങനെ വന്നത്? ഇവിടെ ഒരു മീറ്റർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മീറ്റർ, ഇവിടെ മീറ്റർ. അങ്ങനെ മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2, 2ന്റെ സ്ക്വയർ ആണെങ്കിൽ മീറ്റർ ഇൻറ്റു മീറ്റർ എന്തായിരിക്കും? മീറ്റർ ദ സ്ക്വയർ. റെഡി? സോ 28 ഡിവൈഡ് ബൈ 14 നിങ്ങൾക്ക് അറിയാം 2 ആണ്. 2 മീറ്ററിന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം, മുന്നോട്ട് പോകാം. റെഡി? മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ദിവസം നോക്കാം. എ വാട്ടർ ടാങ്ക് ഈ 6 meters ലോങ്. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, 6 meter ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 2.5 meter വൈഡ് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് 2 meters ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിനകത്ത് ലെങ്ത് തന്നു, വിഡ്ത്ത് തന്നു, ഹൈറ്റ് തന്നു, എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റി അതല്ലെങ്കിൽ വോളിയം. ഈസി ക്വസ്റ്റ്യൻ ആണ് അഗെയിൻ. സോ ഇതുവരെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ആണ്, കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയാണ്. വോളിയം കണ്ടുപിടിക്കാൻ ഞാൻ വോളിയം എന്ന് V എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ക്വസ്റ്റിനകത്ത് 6 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ 6 meter ആണ് ലെങ്ത്, ആൻഡ് 2.5 meter ആണ് വിഡ്ത്ത്, ആൻഡ് 2 meter ആണെന്ത് ഹൈറ്റ്. ഇതെല്ലാം കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീറ്റർ ക്യൂബിനകത്തൊരു ആൻസർ കിട്ടും. നിങ്ങൾ അതിനെന്ത് ചെയ്യണം,
ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, റെഡി ആണല്ലോ. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. താഴെ കമന്റിനകത്ത് നിങ്ങൾ ഇത് ചെയ്യുക. ജസ്റ്റ് എല്ലാ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അതുപോലെ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇപ്പോൾ കിട്ടുന്നത് മീറ്റർ ക്യൂബിലായിരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. ഇത് നിങ്ങൾ പഠിക്കുക. സോ കിട്ടുന്ന ആൻസറിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ലിറ്ററിനകത്തുള്ള ആൻസർ കിട്ടും. ഇതിനകത്ത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 6 × 2.5 × 2 വേണമെങ്കിൽ 2.5 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5/2 എന്ന് ചെയ്യാം. സോ 5/2 ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ഉണ്ടാകും, ഇവിടെ 2 ഉണ്ടാകും, ഇത് രണ്ടും കൂടി കട്ടായി പോകും. സോ 6 × 5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, മീറ്റർ ക്യൂബ് എന്ന് മാറ്റിയിട്ട് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. റെഡി? സോ അങ്ങനെയാണെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആൻസർ മറക്കേണ്ട, താഴെ കമന്റ് ബോക്സിനകത്ത് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കുക, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആൻഡ് കമ്മ്യൂണിറ്റി നിന്ന് വരുന്നെങ്കിൽ അഡ്മിനോട് പറഞ്ഞാൽ മതി, അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇനി NSMCക്ക് നിങ്ങൾ ആരും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവട്ടെ, ലാസ്റ്റിലോട്ട് വെക്കാൻ നിൽക്കണ്ട. സോ അടുത്ത വീഡിയോ പിന്നെയും കാണാം. ടിൽ ദെൻ ബൈ.